ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്യൂൻ എലിസബത്ത് 2 ഷിപ്പിൽ നമ്മൾ 1 ഡേ സ്റ്റേക്കേഷന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസും വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കാണാം. ഞങ്ങൾ ചെക്കിങ് ചെയ്തത് 4 മണിക്കായിരുന്നു. അപ്പോൾ ഒരു 3:30 ആയപ്പോൾ തന്നെ ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ റിസപ്ഷനിൽ കുറേ നല്ല നല്ല ലൈറ്റ്സും കുറേ ഫോട്ടോസും ഷിപ്സും പിന്നെ കുറേ ബുക്സൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വെച്ചേക്കുന്ന ബുക്സൊക്കെ ഒറിജിനൽ കളക്ഷൻസിൽ നിന്നും റീലൊക്കേറ്റ് ചെയ്തേക്കുന്നതാണ് ബുക്സാണ്. അപ്പോൾ നമുക്കത് വീട്ടിൽ കൊണ്ടുപോകാനുള്ള ഓപ്ഷൻസ് ഇല്ല. നമ്മൾ റൂമിൽ കൊണ്ടുപോയി വായിച്ചിട്ട് തിരിച്ച് അതേപോലെ തന്നെ കൊണ്ടുവയ്ക്കണം. ഷിപ്പിനകത്ത് ആദ്യം കയറിയ ഉടനെ ഒരു റിവോൾവിംഗ് കാർ ലിഫ്റ്റും അതിനകത്ത് ഒരു റോൾസ് റോയ്സ് കാറുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു സ്റ്റെപ്പ് കാണുമ്പോൾ എനിക്ക് ടൈറ്റാനിക്കിലെ ജാക്ക് ഇറങ്ങി വരുന്ന ആ ഒരു സീനില്ലേ, എനിക്കതാണ് ഈ ഷിപ്പ് കാണുമ്പോൾ മൊത്തത്തിൽ എനിക്ക് അതാണ് ഓർമ്മ വരുന്നത്. കാരണം അത്രയ്ക്കും അടിപൊളിയാണ്. അപ്പോൾ ഞാൻ റൂമിൻ്റെ വീഡിയോ ഒക്കെ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അതുപോലെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ റൂമും ഇതുപോലെ തന്നെ നല്ല അടിപൊളിയാണ്. കുറച്ച് അതായത് നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം റൂമിലും ഉണ്ട്, വാഷ്റൂമിലും ഒക്കെ ഉണ്ട്. നല്ല സ്പേഷ്യസ് ആണ്. ഇതുപോലത്തെ കുറേ പെയിൻറ്റിങ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് തിയേറ്റർ വരുന്നുണ്ട്. പക്ഷേ തിയേറ്ററിൽ നമ്മൾ പോയ സമയത്ത് അലോഡ് അല്ലായിരുന്നു. അത് കാരണം തിയേറ്ററിനകത്തുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഈ കാണുന്നത് കസിനോ ആണ്. ഇതുപോലത്തെ കുറേ മെഷീൻസ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത് പ്രവർത്തിക്കുന്നില്ല. പണ്ട് ഇത് കളിച്ചിട്ടുണ്ടാവണം. എനിക്ക് അതിനെക്കുറിച്ചൊന്നും വലിയ പിടിയില്ല. ഇത് ഏറ്റവും മുകളിൽ വന്നിട്ടുള്ള കുറച്ച് കാഴ്ചകളാണ്. പിന്നെ അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ സ്റ്റേക്കേഷനൊക്കെ വരാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ വിൻ്ററിൽ വരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം നമ്മളിപ്പോൾ വന്നത് നല്ല ചൂടുള്ള സമയമാണ്, സമ്മറിലാണ് വന്നത്. അത് കാരണം നമുക്ക് കൂടുതൽ നേരം പുറത്തൊക്കെ ഇറങ്ങി ഇരിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ ഷിപ്പിൻ്റെ മുകളിൽ നിന്ന് അതായത് പുറത്തോട്ട് ഇറങ്ങി വന്ന് നോക്കുന്ന ഒരു കാഴ്ച ഉണ്ടല്ലോ, അത് ഭയങ്കര രസമാണ്. ആ കാണുന്നൊക്കെ യോട്ടുകളാണ്. പിന്നെ ഇത് നമ്മൾ പിറ്റേന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്ന സമയമാണ്. അപ്പോൾ നമുക്ക് ഡിന്നർ നമ്മൾ പുറത്ത് പോയാണ് കഴിച്ചത്. അപ്പം ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റിന് കുറേ ഫ്രൂട്ട്സും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അതായത് ഇപ്പം നമുക്ക് ഓംലെറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഓംലെറ്റും പുൽസയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ ലൈവായിട്ട് നമുക്ക് ചെയ്തു തരും.
പിന്നെ ക്രൊസാൻറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ളതും അതായത് ഫില്ലിങ്, അതായത് ചോക്ലേറ്റ് ഫില്ലിങ് ഉള്ളതും ഒക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പാൻ കേക്കിന് നമ്മൾക്ക് അതിൻ്റെ മുകളിൽ വയ്ക്കാനായിട്ട് അതായത് ഹണി, പിന്നെ ന്യൂട്ടല്ല, അല്ലാതെ ചോക്ലേറ്റ്, ഡേറ്റ് സിറപ്പ് ഒക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് നമുക്ക് എടുക്കാം. പിന്നെ ഫ്രൈഡ് റൈസ്, പുലാവ്, അങ്ങനെ കുറേ ഐറ്റംസ് വെച്ചിട്ടുണ്ട്. പിന്നെ ബ്രെഡ് നമുക്ക് ടോസ്റ്റ് ചെയ്ത് അപ്പോഴും തന്നെ എടുക്കാം. അങ്ങനെയും ഓപ്ഷൻസ് അവർ വെച്ചിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് എടുക്കാം. പിന്നെ മിൻറ്റ്, ഓറഞ്ച്, പൈനാപ്പിൾ, അങ്ങനെ കുറേ ജ്യൂസ് വെച്ചിട്ടുണ്ട്. പിന്നെ പുറത്ത് ഇറങ്ങിയിരുന്ന് നമുക്കിപ്പോൾ ടീ ഒക്കെ കൊണ്ടുപോയിട്ട് അവിടെ ഇരുന്നും കഴിക്കാം. കാരണം അവിടെയും സീറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെയും ഇരുന്ന് പോയി കടലിലെ കാഴ്ചയൊക്കെ കണ്ട് കഴിക്കാൻ പറ്റും. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട്. പിന്നെ ഫോറിനേഴ്സ് കൂടുതലും ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നത് കോൺഫ്ലെക്സും കെലോഗ്സും ഒക്കെ ഇല്ലേ, അപ്പോൾ അതും ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്വിമ്മിംഗ് പൂളും ജിമ്മും ഒന്നും കണ്ടില്ല. അപ്പോൾ ലാസ്റ്റ് ഇനി അതാണ് കാണാൻ പോകുന്നത്. പിന്നെ അതായത് ഷിപ്പിനകത്തുള്ള എല്ലാം ഒരുവിധം കണ്ടു കഴിഞ്ഞു ഓൾറെഡി. പിന്നെ ഇത് നമുക്ക് ശരിക്കും നല്ലപോലെ കാണണമെങ്കിൽ ഒരു 2 ദിവസമെങ്കിലും മാക്സിമം എടുത്ത് തന്നെ നമ്മൾ സ്റ്റേ ചെയ്ത് തന്നെ കാണണം. പിന്നെ അതായത് സ്വിമ്മിംഗ് പൂളിൻ്റെതും ജിമ്മും ഒന്നും എനിക്ക് ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം സ്വിമ്മിംഗ് പൂളിലൊക്കെ ആൾക്കാരുള്ളത് കൊണ്ട് നമുക്ക് കൂടുതൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം അവർക്കത് ഇഷ്ടമാവോ ഇല്ല എന്നൊന്നും അറിയില്ലല്ലോ. അപ്പം എങ്ങനെ അതൊക്കെ വീഡിയോ എടുക്കണേന്ന് വിചാരിച്ചിട്ട് ഞാൻ കൂടുതലും സ്വിമ്മിംഗ് പൂളൊന്നും എടുത്തിട്ടില്ല. അങ്ങനെ ക്യൂരിറ്റിയുടെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.